ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സുനിതാസ് ടൈം. ഇന്ന് നമ്മളിവിടെ നല്ലൊരു ടേസ്റ്റിയായ സേമിയ പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമായി അരക്കപ്പോളം സേമിയ, ഏലക്ക, കുറച്ച് കാഷ്നട്ട്, ദ്രാക്ഷ എടുത്തിട്ടുണ്ട്. പിന്നെ 1/4 കപ്പോളം ഷുഗർ എടുത്തിട്ടുണ്ട്. പിസ്ത ഫ്ലവറായ ഐസ്ക്രീം മിക്സ് പൗഡർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പാനിൽ 1/2 ലിറ്ററോളം മിൽക്ക് തിളച്ചതിന് ശേഷം സേമിയ ആഡ് ചെയ്ത് കൊടുക്കാം. വറുത്തതോ വറുക്കാത്ത സേമിയ ഏത് വേണമെങ്കിലും ആകാം. അതിലേക്ക് നമുക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. സേമിയ കുറച്ച് വെന്തതിന് ശേഷം ഞാൻ കാഷ്നട്ടും ദ്രാക്ഷയും നെയ്യിലൊന്നും വറുത്തിട്ടില്ല, അങ്ങനെ ഡയറക്റ്റായിട്ട് തന്നെ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. 2 ടീസ്പൂണ് കോൺഫ്ലവറിൽ പിസ്ത ഫ്ലവർ ഐസ്ക്രീമിൻ്റെ മിക്സ് പൗഡർ കൂടെ ആഡ് ചെയ്തതിന് ശേഷം അതിൽ കുറച്ച് മിൽക്കും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സേമിയ പായസത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം പൊടിച്ച ഏലക്ക കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഈ സേമിയ പായസം നല്ല ഒരു മിക്സ് പിസ്ത ഫ്ലവർ ആയതുകൊണ്ട് അതിൻ്റെ നല്ലൊരു ടേസ്റ്റി ആയിട്ട് നമുക്കിത് കിട്ടും. ഇനി ഇത്തിരി ഗ്രീൻ കളർ കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് കളർ വേണമെങ്കിൽ ചേർക്കാം. ഞാൻ നാച്ചുറലായിട്ടുള്ള ഒന്നും ചേർക്കാതെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ തന്നെ നല്ലൊരു ഗ്രീൻ കളർ കിട്ടിയിട്ടുണ്ട്, പിസ്ത കളർ കിട്ടിയിട്ടുണ്ട്. ഇത് അരമണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതിന് ശേഷം വേണം കഴിക്കാൻ. എങ്കിൽ മാത്രമേ ആ ഐസ്ക്രീമിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. പിസ്ത ഐസ്ക്രീമിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ തണുപ്പിച്ചെടുത്ത് കഴിക്കുക. തണുപ്പിച്ചെടുത്തിട്ടുണ്ട്, നല്ലപോലെ കാണാനും നല്ല ഭംഗിയുണ്ട്, ഒരു ഗ്രീൻ കളറിലും. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് ബെല്ല് വേണം എനേബിൾ ചെയ്യാൻ, അതിലാൾ വേണം പ്രസ് ചെയ്യാൻ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഓക്കെ ബൈ, അടുത്ത റെസിപ്പി കാണുന്നവരെ.